ഹലോ, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് നമ്മുടെ സ്നാക്ക് സീരീസിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ ഇന്ന് വന്നത് ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ്. പോഹ ടിക്കി. പോഹ പറഞ്ഞ അവിൽ കൊണ്ട് ഉള്ള ഒരു ഈവനിങ് സ്നാക്ക്. അധികം എണ്ണമയമൊന്നും ഇല്ലാതെ നല്ലൊരു അടിപൊളി സ്നാക്ക്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ടിക്കിക്ക് ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് അവില്. ഇതിനെ നനച്ചിട്ട് കഴുകിയെടുക്കണം. ഇത് ഞാൻ അവിലിനെ കഴുകിയെടുത്തതാണ്. ഒരു 10 മിനിറ്റ് കഴുകിയതിന് ശേഷം ഞാൻ അതിനെ വെച്ചിട്ടുണ്ട്. 1 കപ്പ് പൊട്ടറ്റോ വേവിച്ചത്. ഞാൻ അതിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചതാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പീനട്ട് പൗഡർ, നമ്മുടെ നിലക്കടല വറുത്ത് പൊടിച്ചതാണ് ഞാനിത്. 1 കപ്പ് ഉള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, വറുത്ത ജീരകം വറുത്ത് പൊടിച്ചതാണ്, 1 ടീസ്പൂൺ അരിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ലെമൺ സ്ക്യൂസ് ചെയ്തതും കൂടി വേണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം പൊട്ടറ്റോനെ നന്നായിട്ട് സ്മാഷ് ചെയ്യണം. മാഷ്ഡ് പൊട്ടറ്റോയിലേക്ക് ഞാൻ ഈ നനച്ച് വെച്ചിട്ടുള്ള അവിലിടുകയാണ്. ഇഞ്ചി, ഒനിയൻ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇനി അതിനെ നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി. പച്ചമുളക്, ജീരകം, 1 സ്പൂണ് മല്ലിപ്പൊടി. ഞാനിതിൽ ഗരം മസാല ചേർത്തുന്നില്ല. 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിതിൽ പച്ചമുളക് 2 ഉള്ളതുകൊണ്ട് 1 ടീസ്പൂണേ മുളക് പൊടി ഉപയോഗിക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇനി നമ്മളൊരു 3 സ്പൂണ് നിലക്കടല വറുത്തത് പൊടിച്ചതിടാണ്. ഇതാണ് ഇതിന് നല്ല മണം കൊടുക്കുക. മല്ലിയുടെ ഇല അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, 2 ടീസ്പൂൺ അരിപ്പൊടി. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനൊരു ലെമണും കൂടി സ്ക്യൂസ് ചെയ്ത് ഒഴിക്കണം. ലെമൺ ഇല്ല എങ്കിൽ ആംചൂർ ഇടാം പുളിക്ക് വേണ്ടിയിട്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പോ എരിവൊക്കെ നിങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടിക്കിയുടെ ഷേപ്പിലേക്ക് ആക്കാം. ഓരോന്നിനെയും ടിക്കിയുടെ ഷേപ്പിലേക്ക് ആക്കാം. അതിനായിട്ട് ഞാനിങ്ങനെ ഉരുട്ടുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ ഹെൽത്തിയാണ്, കാരണം ഓയിലിൽ നമ്മളിതിനെ ഫ്രൈ ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ടിക്കിക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പോയിട്ട് ചുട്ടെടുത്തിട്ട് വരാം. ഞാനിതിൽ 1 സ്പൂൺ എണ്ണ നല്ലോണം തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ടിക്കി വയ്ക്കാം. ഇത് അധികം സമയമൊന്നും വേണ്ട കുക്ക് ചെയ്യാനായിട്ട്, വേഗം തന്നെ കുക്കാവും. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലയിലൂടെ ഞാനൊരു സ്പൂൺ ഓയിൽ ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. നന്നായി ആവുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ളതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ദോശക്കല്ലിലേക്ക് ഒരുപോലെ എൻ്റെ ചൂടെത്താത്തതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ. എല്ലാം ആയിട്ടുണ്ട്, എല്ലാതും ആയിട്ടുണ്ട്. ഇനി മുകളിൽ നമുക്കൊരു സ്പൂണ് ഓയിൽ റെസിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഓയിൽ ജസ്റ്റ് ഒന്ന് തേക്കുന്നേ ഉള്ളൂ. തിരിച്ചിട്ടും ഇനി ഒരു 5 മിനിറ്റ് ഇടാം. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ആ സൈഡും 5 മിനിറ്റ് ആയിട്ട് ഈ സൈഡും 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഏകദേശം ആവാറായിട്ടോ നോക്കണം, ഇടയിലൊന്ന് കരിയാതെ നോക്കണേ. ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നമുക്ക് നന്നായി തിരിച്ചിട്ട് നോക്കാം. ഇതായിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി അവിൽ ടിക്കി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം അതൊക്കെ.
അടിപൊളി അവിൽ ടിക്കി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നാളെ കാണാം. ബൈ ബൈ.